Hi students, we are starting our new semester. നമ്മളുടെ സെക്കൻഡ് സെമസ്റ്റർ തുടങ്ങുകയാണ് ബികോമിൻ്റെ. അപ്പോൾ അതിൽ നിങ്ങളുടെ ഞാൻ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിം വർക്കാണ്. ഐ ഹോപ്പ് ദാറ്റ് എവറിബഡി ഈസ് ഹാവിങ് എ ടെക്സ്റ്റ് ബുക്ക്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വാങ്ങുക. ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിം വർക്കിൽ ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്തിരിക്കുന്നത് ബിജു പി മണി എന്ന സാറിൻ്റെ ബുക്കാണ്. അപ്പോൾ നിങ്ങളുടെ ആ ബുക്ക് തന്നെയാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ബികോമിൻ്റെ സെമസ്റ്റർ 2 ബുക്കാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിം വർക്ക് എന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ റെഗുലേഷൻസും റൂൾസും ഒക്കെ നമ്മൾ പാലിക്കണം. ഇപ്പോൾ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ എന്ത് ബിസിനസ് വേണമെങ്കിലും ആകാം. ദാറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഏത് ബിസിനസ് ആണെങ്കിലും അതിന് കുറേ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലോ അതിനെ പെർമിറ്റ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള കുറേ ലോസ്, ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ലോസ് ആണുള്ളത്, അതൊക്കെ നമ്മൾ എങ്ങനെ പാലിക്കണം, അതിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ കോൺട്രാക്റ്റ് ഉണ്ടോ, ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇതിൻ്റെ നിങ്ങൾ സിലബസ് റെഫർ ചെയ്യുകയാണെങ്കിൽ, ഐ ഹോപ്പ് നിങ്ങളുടെയൊക്കെ കയ്യിൽ സിലബസ് ഉണ്ടായിരിക്കാം. അപ്പോൾ സിലബസ് റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇറ്റ് കംപ്രൈസ് ഓഫ് ദ 5 modules ആയിട്ടാണ്. ആൻഡ് ദ ഫസ്റ്റ് വൺ വിൽ ബി ദ ലോ ഓഫ് കോൺട്രാക്ട്സ്, സെക്കൻഡ് ദ സ്പെഷ്യൽ കോൺട്രാക്ട്സ്, തേർഡ് വൺ ഇസ് ഇൻഡെംനിറ്റി ആൻഡ് ദ ഗ്യാരണ്ടി, fourth is the law of agency, and the fifth the sale of goods act of 1930. അപ്പോൾ അങ്ങനെ 5 modules ആയിട്ടാണ് നിങ്ങൾ ഈ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ 5 മൊഡ്യൂളിലെ ആദ്യത്തെയാണ് ലോ ഓഫ് കോൺട്രാക്ട്സ്. ഇപ്പോൾ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ 2 ആൾക്കാർ തമ്മിലുള്ളൊരു സാധനം വാങ്ങുക, വിൽക്കുക, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് ബിസിനസ്സിൽ വരുന്നത്. സോ ഇൻ ദാറ്റ് കേസ് ഓട്ടോമാറ്റിക്കലി എ കോൺട്രാക്ട് ഇസ് ഫോം. ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2 പേര് അഗ്രി ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഡോക്യുമെൻറ്റ് സൈൻ ചെയ്ത് ഒപ്പിടുന്ന ഒരു കോൺട്രാക്റ്റ് എന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ എന്തിനും ഏത് 2 ആൾക്കാർ തമ്മിൽ ഒരു സാധനം വാങ്ങുകയോ വിൽക്കുകയോ ഒരു കാര്യം ചെയ്യാമെന്ന് പറയുകയോ ഒക്കെ ചെയ്താലും അതൊരു കൈൻഡ് ഓഫ് കോൺട്രാക്റ്റാണ്. അപ്പോൾ ആ കോൺട്രാക്റ്റുകളൊക്കെ എങ്ങനെയാണ് പാലിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റ് വാലിഡ് എന്ന് പറയുക, ഏത് കോൺട്രാക്റ്റാണ് വാലിഡ് അല്ലാതെ വോയിഡ് ആകുന്നത്, ഏതൊക്കെ വോയിഡബിൾ ആക്കാം, ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു ലോ ഓഫ് കോൺട്രാക്റ്റിൽ പഠിക്കുന്നത്. സോ ദ ലോ ഓഫ് കോൺട്രാക്ട്സിൽ തന്നെ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് വാട്ട് ഈസ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഓഫ് 1872. ഒരു കോൺട്രാക്ട് ആക്ട് വന്നിട്ടുണ്ട്. ആ ആക്ട് ഇന്ത്യയിലെ ഇപ്പം ഏതൊരു കാര്യങ്ങൾ നോക്കിയാലും ഓരോന്നിനും ഓരോ ആക്ട്സ് ഉണ്ട്. ആക്ട്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നടക്കുന്നത്. ഇപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന് ആക്ട് ഉണ്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിന് ആക്ട് ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ പഠിച്ചിട്ടുണ്ടാവും ചെക്കെല്ലാം. അപ്പോൾ ചെക്കുകളെല്ലാം എങ്ങനെയാണ് ഒരു ഡിസോണറി ചെയ്യുന്നത്, ചെക്ക് ഡിസോണേഴ്സ് എങ്ങനെ, ചെക്ക് എങ്ങനെ നമ്മൾ ഡ്രോ ചെയ്യണം, ഇതിൻ്റെയൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, വിച്ച് ഓൾ ആർ നോട്ടഡ് ഇൻ ദ negotiable instrument. In the same way about a contract, and what are the rules and regulations that we should follow in a contract are depicted in a act called Indian Contract Act of 1872. Similarly, what is the definition of contract, what is the law of contracts, what is its nature, in the classification and the essential elements of the contract, then what is meant by offer and acceptance. ഒരു ഓഫറും അതുപോലെ അക്സെപ്റ്റൻസ് എന്താണ്, ദെൻ വാട്ട് ഈസ് കൺസിഡറേഷൻ, വാട്ട് ഈസ് എ കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ്, ഹൂ ആർ ദ മൈനേഴ്സ്. നമ്മൾ ചിലപ്പോൾ കേൾക്കാറുണ്ട് ചില കാര്യങ്ങൾക്കെല്ലാം മൈനർ ആണെങ്കിൽ അതിന് വാലിഡിറ്റി ഇല്ല എന്നതെല്ലാം കേൾക്കും. അപ്പോൾ മൈനേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അത് ആരാണ്? ദെൻ ഹൂ ആർ ദ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. ചില ആൾക്കാർക്ക് കോൺട്രാക്റ്റിന് ഏർപ്പെടാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ആൾക്കാർ ആരെല്ലാം. ദെൻ വാട്ട് ഈസ് മെൻ ബൈ ഫ്രീ കൺസെൻറ്റ്, വാട്ട് ഈസ് ദ ലീഗാലിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് ആൻഡ് എ കൺസിഡറേഷൻ. നമ്മളൊരു കാര്യത്തിന് കോൺട്രാക്റ്റ് എടുക്കണമെങ്കിൽ അത് ഇങ്ങനെയുള്ള ഒരു മാറ്റർ ആയിരിക്കണം, വിച്ച് മാറ്റേഴ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ എ കോൺട്രാക്ട്. ദെൻ ഹൗ എ കോൺട്രാക്ട് വിൽ പെർഫോം, വാട്ട് ഈസ് എ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്, വാട്ട് ഈസ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് എങ്ങനെ നിർത്തും അല്ലെങ്കിൽ അതിന് ക്യാൻസൽ ആവുന്ന കൺസെപ്റ്റ്. പിന്നെ ക്യാൻസൽ ആവാതിരിക്കാൻ എന്തൊക്കെ റെമഡീസ് എടുക്കണം, ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ ക്വാസി കോൺട്രാക്ട്സ്, ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് പെർഫോമൻസ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ലോ ഓഫ് കോൺട്രാക്റ്റിൽ പഠിക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് സിലബസ് അയച്ചു തരാം. അപ്പോൾ സിലബസിൽ ഞാൻ എനിക്ക് തോന്നുന്നു നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1 പോർഷൻസ് ഇത്രയാണ്. നമ്മൾ ടോട്ടൽ 5 മൊഡ്യൂൾസ് നോക്കിയാൽ മൊഡ്യൂൾ 1 ആണ് ഏറ്റവും ലെങ്തിയർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു പോയി. ഇതിന് ബേസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒരു 20 hours നമ്മൾ ഇതിന് ക്ലാസ് കൊടുക്കണമെന്നാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. സോ എവറിബഡി ഷുഡ് ലിസൺ ടു വാട്ട് ഐ സേ. അപ്പം നിങ്ങളിത് കേൾക്കുന്നതിൻ്റെ കൂടെ പോർഷൻസ് വായിച്ചും കൂടെ പോകണം. നിങ്ങളുടെ ടെക്സ്റ്റ് ഇല്ലെങ്കിൽ ഇതിൻ്റെ PDF നിങ്ങൾക്ക് നെറ്റിൽ കിട്ടാം, അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. യു ക്യാൻ റിക്വസ്റ്റ്, ഐ ക്യാൻ സെൻഡ് ഇറ്റ്.
അപ്പം നമ്മൾക്ക് തുടങ്ങാം. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ വരുന്നുള്ളൂ, വാട്ട് ഇസ് മെൻ ബൈ എ ലോ ഓഫ് കോൺട്രാക്ട് ആൻഡ് ഓൾ. സോ ഫസ്റ്റ് you can see the nature and the kinds of contract. That is a unit 1. നമ്മൾ ഈ കോൺട്രാക്ട് ലോവിനെ തന്നെ പല യൂണിറ്റുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ സബ്ജക്റ്റിൽ. ഒരു ഐ തിങ്ക് ദർ ആർ 5 യൂണിറ്റ്സ്, not 5, about 12 units are there in the first module. അപ്പോൾ ഇത്ര 12 units നമ്മൾ പഠിക്കേണ്ട. അപ്പം നമുക്ക് ഓരോ ദിവസം ഓരോ മോഡ്യൂൾസായിട്ട് കവർ ചെയ്ത് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് the nature. In the unit 1 we are discussing what is the nature and the kinds of contract. So before going into what are the kinds, we want to know what is a contract. Contract എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെയൊക്കെ മനസ്സിലുള്ളത് ഇറ്റ് ഈസ് എ document written in a complex language, നമുക്ക് ആർക്കും മനസ്സിലാവാത്തൊരു ലാംഗ്വേജിൽ, with a seal or a stamp paper and a signature in the presence of a witness if they are signing, it is called a contract എന്നാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. നമ്മൾ പേര് എഴുതി, ഒരു കാര്യം എഴുതി, അതിന് ഒരു രണ്ട് പാർട്ടീസും സൈനെല്ലാം ചെയ്ത് ഒരു സ്റ്റാമ്പൊക്കെ വാങ്ങി ഇടുന്ന ഒരു കാര്യമാണ് എന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം. പക്ഷേ അങ്ങനെ മാത്രമല്ല, നമ്മൾ ഒരു ദിവസം ഒരു സാധനം വാങ്ങുക, ഒരു സാധനം നമ്മൾ വിൽക്കുക, ഇതിനെല്ലാത്തിനും നമ്മളൊരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്നത് അല്ലേ. ഇപ്പം നമ്മൾ പൈസ കൊടുക്കും അല്ലേ, നമ്മളൊരു സാധനം, ഒരു പേന വാങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു കോഫി വാങ്ങുകയാണ്. സോ ഇൻ ടേൺ വി ആർ ഗിവിങ് മണി അല്ലേ, നമ്മൾ പൈസ കൊടുത്തിട്ടാണ് കോഫി തരുന്നത്. അപ്പം നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഷോപ്പ് കീപ്പറുമായിട്ടൊരു കോൺട്രാക്റ്റിലാണ് ഏർപ്പെടുന്നത്. ഹീ ഈസ് ബൗണ്ട് ടു പേ ബാക്ക്. നമ്മളുടെ പൈസ എങ്ങനെയായിട്ട് അയാൾക്ക് തിരിച്ചു തരേണ്ടത്, പെന്നായിട്ടോ കോഫി ആയിട്ടോ. സോ ഓൾവേസ് ദർ വിൽ ബി എ കൈൻഡ് ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ടീസ്. സോ in these all things are mentioned in a law called the Indian Contract Act, which came into existence in the first day of September 1872. 1872ലാണ് അങ്ങനെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് വന്നതും അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കപ്പെട്ടത്. സോ ദീസ് law laid down some of the principles which are called the general principles of the contract. ഈ ഒരു ലോയുടെ കീഴിൽ കുറേ പ്രിൻസിപ്പിൾസ് അവർ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദീസ് പ്രിൻസിപ്പിൾസ് ആർ കോൾഡ് the general principles of a contract, and the special contracts like the indemnity, guarantee, bailment, agency, ഇതെല്ലാം വരുന്ന ഇങ്ങനെയുള്ള കോൺട്രാക്റ്റിൽ. അപ്പോൾ പല സാധാരണ കോൺട്രാക്റ്റുകളല്ലാതെ കുറച്ച് സ്പെഷ്യൽ കോൺട്രാക്ട്സ് ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻഡെംനിറ്റി, ഗ്യാരണ്ടി, ബെയിൽമെൻറ്റ്, ഏജൻസി എക്സെട്ര ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ കമ്മിങ് യൂണിറ്റ്സ്. നമ്മുടെ കമ്മിങ് മൊഡ്യൂൾസിലെല്ലാം ഈ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി ക്യാൻ സ്റ്റഡി വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഗിവൺ ഫോർ കോൺട്രാക്ട് ഇൻ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ കോൺട്രാക്റ്റിന് എന്താ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്? ദ സെഷൻ 2H. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ആക്റ്റുകളെല്ലാം പഠിക്കുമ്പോൾ നിങ്ങൾ സെഷൻസ് പഠിച്ചിരിക്കണം. യുവർ സെഷൻസ്, ഇഫ് യു ആർ മെൻഷനിങ് ദ സെഷൻ ഓൾസോ യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്സ്. അപ്പോൾ നിങ്ങൾ എഴുതുവാണ് ഡിഫൈൻ കോൺട്രാക്ട് എന്നൊരു ക്വസ്റ്റ്യൻ 2 മാർക്കിന് വരികയാണെങ്കിൽ, ഇഫ് യു ആർ മെൻഷനിങ് ദ സെഷൻ, ദാറ്റ് ഇസ് സെഷൻ 2H ഓഫ് ദ കോൺട്രാക്ട്, ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സേസ് ദാറ്റ്, or in which it is mentioned that, it is defined that, എന്നുള്ള എഴുതി നിങ്ങൾക്ക് ആ ഏത് സെഷനാണ് എഴുതുന്നത് അതിന് മാർക്സ് കിട്ടും. സോ വി വോണ്ട് ടു സ്റ്റഡി വാട്ട് ഇസ് എ session. So session 2H says that a contract is defined as an agreement enforceable by law. ഒരു അഗ്രിമെൻ്റ് ആണ് കോൺട്രാക്റ്റ് അല്ലേ, ഒരു സമ്മതമാണ്, രണ്ട് കൂട്ടരുടെയും കൂടെ ഒരു സമ്മതപത്രം പോലെയാണ്. വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ. ലോ അതിന് എൻഫോഴ്സ്ഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ കോൺട്രാക്ട്. സോ ചുമ്മാ ഒരു അഗ്രിമെൻറ്റിനെ നമുക്ക് കോൺട്രാക്റ്റ് എന്ന് പറയാം. വെൻ ആൻ അഗ്രിമെൻറ്റ് ഇസ് എൻഫോഴ്സ്ഡ് ബൈ ലോ ഇറ്റ് ഈസ് കോൾഡ് എ കോൺട്രാക്ട്. സോ ഇറ്റ് മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ദ കോൺട്രാക്ട് ഹാസ് 2 എലമെൻറ്റ്സ് അല്ലേ. ഒന്ന് അഗ്രിമെൻറ്റ് വേണം, അതുപോലെ അഗ്രിമെൻറ്റ് എൻഫോഴ്സ്ഡും ആയിരിക്കണം. സോ ദീസ് ആർ ദ 2 things that we should focus on a contract. Then the expression agreement is also defined as the Indian Contract Act as an agreement is every promise and every set of promise forming consideration for each other. ഇപ്പോൾ ഒരു അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു സമ്മതപത്രമല്ല, അതിലെന്താ ഒരു പ്രോമിസാണ്. ഇറ്റ് ഈസ് ആൻ എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസ്. ഒരു പ്രോമിസോ അല്ലെങ്കിൽ കുറച്ച് പ്രോമിസുകളുമാണ്. എന്ത്, നമ്മളൊരു കാര്യം ഒരു കൺസിഡറേഷൻ കിട്ടുന്നത്. കൺസിഡറേഷൻ മീൻസ് ഇൻ റിട്ടേൺ വി ആർ ഗെറ്റിംഗ് സംതിങ്. അപ്പം നമ്മളൊരു കോൺട്രാക്ട്, ഒരു അഗ്രിമെൻ്റ് ആണ്, നമ്മൾ പൈസ കൊടുക്കുന്നു, പേന വാങ്ങുന്നു. അപ്പം പേന തരുമ്പോൾ നമ്മൾ പൈസ കൊടുക്കണമെന്നുള്ള അതിനുള്ള ഒരു റിട്ടേൺ, ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈച്ച് ആക്ടിവിറ്റി 2 കൂട്ടർക്കും എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ളതാണ് എപ്പോഴും ഒരു അഗ്രിമെൻ്റ് എന്ന് പറയുക. സോ അഗ്രിമെൻ്റ് ഇസ് ഓൾവേസ് എ പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിങ് എ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. ദിസ് വാസ് ഗിവൺ ഇൻ ദ സെഷൻ 2E പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സെഷൻ. സോ ഹിയർ
the expression promise appearing in the definition of agreement is also defined as a proposal when accepted becomes a promise. ഒരു പ്രപ്പോസലിനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രോമിസ് ആവുന്നത് അല്ലേ. ഒരു പ്രപ്പോസലാണ് നമ്മൾ ഇങ്ങനെയൊരു ഞാൻ 5 രൂപ തരാം, എനിക്കൊരു പേന തരുമോ എന്നതാണ് നമ്മളുടെ ഒരു പ്രപ്പോസൽ അല്ലേ. 5 രൂപയ്ക്കൊരു പേനയുണ്ടോ. സോ ഇഫ് ദേ ആർ അക്സെപ്റ്റിംഗ് ദാറ്റ് വി ക്യാൻ ഗിവ് എ പെൻ ഇൻ റിട്ടേൺ ഓഫ് 5 rupees, ദെൻ ഇറ്റ് ബിക്കംസ് എ പ്രോമിസ്. ഓക്കെ, എങ്ങനെയാണ് ഒരു പ്രപ്പോസൽ പ്രോമിസ് ആവുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ പ്രപ്പോസൽ വെൻ ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ബിക്കംസ് എ പ്രോമിസ്, ആൻഡ് വെൻ എ പ്രോമിസ് കംപ്രൈസ് എ what compensation or a consideration, it becomes an agreement, and agreement when it gets enforced by law becomes a contract. അപ്പോൾ എങ്ങനെയാണ് ആ എവല്യൂഷൻ വന്നേന്ന് അല്ലേ. ഒരു പ്രപ്പോസൽ എങ്ങനെ പ്രോമിസ് ആവുന്നു. when it is accepted it becomes a promise. when a promise is getting some kind of consideration, it becomes a contract. Okay, so this was given in the session 2B. സെഷൻ 2Bയിലാണ് എങ്ങനെയാണ് പ്രപ്പോസൽ പ്രോമിസ് ആവുന്നതെന്ന് എഴുതിയിരിക്കുന്നത്. ആൻഡ് പ്രപ്പോസൽ എന്താണിപ്പോൾ, വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിംഗ്നെസ് ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ് വിത്ത് എ വ്യൂ to obtain the assent of that other to such act or substance, he is said to make a proposal. ഒരു പ്രപ്പോസൽ എന്ന് പറയുമ്പോൾ എന്തുവാ, ഞാൻ കൊടുക്കുവാണ്, ഞാൻ പറയുവാണ് നിങ്ങൾക്ക് എനിക്കൊരു പേന 5 രൂപയ്ക്കൊരു പേന തരാവോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്, അത് എന്നാ ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിങ്നെസ്സാണ്, ഈ കാര്യം ചെയ്യുമോ, അല്ലെങ്കിൽ ഇത് ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്. ഈ 2 കാര്യങ്ങളെ നമുക്ക് ഒരു പ്രപ്പോസലായിട്ട് പറയാം. പ്രപ്പോസലിനൊന്നും നിങ്ങൾക്ക് ഡെഫിനേഷൻ ചോദിക്കത്തില്ല, മെയിൻലി നിങ്ങൾക്ക് കോൺട്രാക്റ്റിൻ്റെ ഡെഫിനേഷൻ ആയിരിക്കും. ബട്ട് യു വോണ്ട് ടു സ്റ്റഡി എന്താണ് പ്രപ്പോസൽ, എങ്ങനെ അതൊരു പ്രോമിസ് ആവുന്നു, ഹൗ എ പ്രോമിസ് ബിക്കം ആൻ അഗ്രിമെൻറ്റ്, ഹൗ എൻ അഗ്രിമെൻറ്റ് ബിക്കം എ കോൺട്രാക്ട്. സോ ദിസ് ഇസ് മെൻഷൻ ഇൻ ദി ഡെഫിനേഷൻ ഓഫ് കോൺട്രാക്ട്. അപ്പോൾ എങ്ങനെയാണ് കോൺട്രാക്ട് ഉണ്ടാവുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ പ്രോമിസ് ഇസ് എ പ്രപ്പോസൽ പ്ലസ് അക്സെപ്റ്റൻസ്, വെർ ആൻ അഗ്രിമെൻറ്റ് ഇസ് എ പ്രോമിസ് ആൻഡ് എ കോൺട്രാക്ട് ഇസ് എൻ അഗ്രിമെൻറ്റ്. എങ്ങനെയൊക്കെ കോൺട്രാക്ട് എപ്പോഴും അഗ്രിമെൻ്റ് ഒരു പ്രോമിസോ, പ്രോമിസ് ആണെങ്കിൽ ഒരു പ്രപ്പോസലോ, പ്രപ്പോസൽ അക്സെപ്റ്റ് ആകുമ്പോഴാണ് പ്രോമിസ് ആവുന്നത്. സോ in other words, കുറച്ചൊരു സിംപ്ലർ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. when a person makes a proposal and it is accepted by other, it becomes a promise. This promise, or if there is a set of promise, this set of promise become an agreement, and if that agreement is taken into the court of law for enforcement, it is called a contract. ഈ ഡയഗ്രത്തിലുണ്ട് agreement when it is enforced by law becomes a contract. Okay, അപ്പോൾ എന്താണ് കോൺട്രാക്ട് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. it was given in the session 2H ഓഫ് ഇൻ കോൺട്രാക്ട് ആക്ടിൽ. ഇനി ഒരു വാലിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ, വാലിഡ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലതാണ് അല്ലെങ്കിൽ അതാണ് കോൺട്രാക്ട് എന്ന് നമ്മൾ ഓർപ്പിക്കണമെങ്കിൽ, വാട്ട് ആർ ദി എസെൻഷ്യാലിറ്റീസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. സോ നമുക്കറിയാം, ഒരു അഗ്രിമെൻറ്റ് എൻഫോഴ്സ് ചെയ്താൽ മാത്രമാണ് അത് കോൺട്രാക്റ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെ കോൺട്രാക്റ്റ് ആവണമെങ്കിൽ അതിന് കുറച്ച് എലമെൻറ്റ്സ് വേണം, അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, വിച്ച് വർ മെൻഷൻ ഇൻ ദ സെഷൻ 10. സെഷൻ 10ലാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. So, all agreements are contract if they are made by the free consent of the parties committed to the contract for a lawful consideration with a lawful object and not hereby expressly declared to be void. So, സെഷൻ 10ൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് എസെൻഷ്യാലിറ്റി എന്ന്. എല്ലാ അഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റാണ്. എപ്പോൾ 2 കൂട്ടരും അതിനെ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അതൊരു കോൺട്രാക്റ്റ് ആവും. എന്നിട്ട് അതിനൊരു ലോഫുൾ കൺസിഡറേഷനും കിട്ടണം, എന്തെങ്കിലും റിട്ടേൺ കിട്ടണം. റിട്ടേൺ കിട്ടുന്നത് എങ്ങനെയായിരിക്കണം, ഒരു ലോഫുൾ ഒബ്ജക്റ്റ് വെച്ചിട്ടായിരിക്കണം, ഇല്ലീഗലായിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ടായിരിക്കും അത് കൺസിഡർ ലോഫുൾ ഒബ്ജക്റ്റ് ആയിട്ട്. ആൻഡ് അങ്ങനെയുള്ളതിനെ മാത്രമേ നമ്മൾ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുള്ളൂ. അപ്പോൾ അതിൻ്റെ എസെൻഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഇറ്റ് ഷുഡ് ബി എൻ അഗ്രിമെൻറ്റ്. എ കോൺട്രാക്ട് ഷുഡ് ബി എ അഗ്രിമെൻറ്റ്. അഗ്രിമെൻറ്റ് മീൻസ് എ പ്രപ്പോസൽ when it gets accepted becomes a promise, and a promise is called an agreement. Promise which have a consideration is called agreement. അങ്ങനെ ഒരു അഗ്രിമെൻ്റ് ആയിരിക്കണം. സെക്കൻഡ്, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് എലമെൻറ്റ്. സെക്കൻഡ് എലമെൻറ്റ് ഇസ് കൺസെൻസസ് ആഡിഡം. ഇതൊരു ലാറ്റിൻ എക്സ്പ്രഷനാണ്, ലാറ്റിൻ വേർഡാണിത്, കൺസെൻസസ് ആഡിഡം. കൺസെൻസസ് ആഡിഡം എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. 2 കൂട്ടരും ആ ഒരു കോൺട്രാക്റ്റ് ഒരുപോലെ മനസ്സിലാക്കിയിരിക്കണം, എന്താണ് ഈ കാര്യം എന്നുള്ളത് 2 പേർക്കും ഈക്വലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ദാറ്റ് ഇസ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ്. ദാറ്റ് ഇസ്, ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എ ഹാസ് 2 cars. 1 is a new car and 1 is an old car. എക്ക് 2 കാറ്, ഒന്ന് പുതിയത് ഒരു പഴയത്. ബിക്ക് ഒരു കാറ് വാങ്ങണം. അപ്പോൾ ബിയുടെ മനസ്സിൽ എന്താണുള്ളത്, ഞാൻ വാങ്ങാൻ പോകുന്നത് പുതിയ കാറാണെന്ന്. പക്ഷേ എ രണ്ടും വിൽക്കാൻ പോകുന്നുണ്ട്. ഓൾഡ് കാറായിരിക്കാം ചിലപ്പോൾ അയാൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നത്.
നമ്മൾ പക്ഷേ ബി വിചാരിച്ചിരിക്കുന്ന എയുടെ നല്ല കാറ് വാങ്ങണം. ഇപ്പം ഇവിടെ പറയുകയാണെങ്കിൽ അർപ്പിതിന് 2 കാറുണ്ട്. അപ്പം അപർണയാണ് വാങ്ങാൻ പോകുന്നത്. അപർണ വിചാരിച്ചിരിക്കുന്ന ആ പുതിയ കാർ എനിക്ക് വാങ്ങണമെന്നാണ്. അർപ്പിത് പഴയ കാറാണ് വിൽക്കാൻ നോക്കുന്നത്. സോ ഇൻ ദാറ്റ് കേസ് വാട്ട് ഹാപ്പൻസ്, വാട്ട് ഈസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ബി ഈസ് നോട്ട് ക്ലിയർ ടു എ. എക്ക് എന്താണ് ബി ചിന്തിക്കുന്നത്, എന്താ വിൽക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. സോ ദർ ഇസ് നോ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ബിറ്റ്വീൻ ദ 2 പേഴ്സൺസ്. So since there is no meeting of minds between the 2 parties, there is no consent added, and therefore it is not an agreement. 2 കൂട്ടരുടെ ഫ്രീ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ, അവർക്ക് കൺസെൻസസ് ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അതൊരു കോൺട്രാക്റ്റ് ആവുക. ദാറ്റ് ഇസ് എ സെക്കൻഡ് എസെൻഷ്യാലിറ്റി. തേർഡ് വൺ ഇസ് ലോഫുൾ കൺസിഡറേഷൻ. ലോഫുൾ കൺസിഡറേഷൻ എന്താ? കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. സോ ദ പ്രൈസ് പെയ്ഡ് ബൈ വൺ പാർട്ടി ഫോർ ദ പ്രോമിസ് ഓഫ് അനദർ. ഒരാൾ സമ്മതിക്കുന്നതിന് നമ്മൾ എന്തെങ്കിലും ലോഫുള്ളായിട്ട് തിരിച്ചു കൊടുക്കുന്നെങ്കിൽ അതിനുള്ള എന്ത് പ്രൈസാണോ കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുക. സോ an agreement become enforceable only if one party gives something in return for the another party's promise. ഒരു പ്രോമിസ് കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അഗ്രിമെൻ്റ് ആവുന്നത് അല്ലേ? അപ്പോൾ അഗ്രിമെൻറ്റിൽ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ ആ കൺസിഡറേഷൻ എപ്പോഴും ലോഫുൾ ആയിരിക്കണം. ചുമ്മാ ഒരു കൺസിഡറേഷൻ അല്ല. ഇപ്പം നമ്മൾ ഇൻ റിട്ടേൺ കൊടുക്കുന്നത് കഞ്ചാവോ ലിക്കറോ അതൊന്നും ഒരു കൺസിഡറേഷൻ അല്ല, ലോഫുൾ അല്ല, ഇല്ലീഗലാണ്. അപ്പോൾ ലോഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കൺസിഡറേഷൻ ആയിട്ടുള്ള പ്രൈസാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. അതാണ് തേർഡ് കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. ഫോർത്ത് വൺ ഇസ് ദ കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ്. ദാറ്റ് ഈസ് parties to an agreement must be committed to the contract. The contracting parties must be of the age of maturity and of sound mind and must not be disqualified by any law to which they are subject. ഇപ്പം ഒരാൾക്ക് മെൻ്റൽ എന്തെങ്കിലും പ്രശ്നമുള്ളതാണ് അല്ലെങ്കിൽ അയാളൊരു മൈനറാണ്. ഇൻ ദാറ്റ് കേസ് ഹി കനോട്ട് ഗോ ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് അനദർ പാർട്ടി. ഇപ്പോൾ കോൺട്രാക്റ്റ് ആക്കണം, 2 കൂട്ടർ തമ്മിലുള്ള ഒരു കരാറ് ഏർപ്പെടണമെങ്കിൽ എന്തായിരിക്കണം? 2 പേരുടെ മനസ്സ് ഓക്കെ ആയിരിക്കണം. ബിക്കോസ് ദെയർ മൈൻഡ് ഷുഡ് ബി ഫൈൻ. ദാറ്റ് ഇസ് സൗണ്ട് മൈൻഡ് ആയിരിക്കണം. അതേപോലെ ദേ ഷുഡ് റീച്ച് ഏജ് ഓഫ് മെച്യൂരിറ്റി 18+ ആയിരിക്കണം. only then there will be the capacity of parties should be like this. They should reach the maturity age and also they should be of sound mind. That is a fourth element. The fifth one is free consent. Free consent എന്ന് പറഞ്ഞാൽ എന്താ? 2 പേരും ഫ്രീ മൈൻഡിലായിരിക്കണം. ആരെയും നിർബന്ധിച്ചായിരിക്കരുത് നമ്മളൊരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുത്തേണ്ടത്. കൊയേഷൻ എന്ന് വെച്ചാൽ നമ്മൾ അയാളെ നിർബന്ധിക്കുക, ഫിസിക്കൽ കൊയേഷനോ മെൻ്റൽ കൊയേഷനോ, നീ ഇങ്ങനെ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെയുള്ളൊരു ഫിസിക്കൽ കൊയേഷൻ പാടില്ല. മെൻ്റൽ കൊയേഷനും പാടില്ല. നീ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിൻ്റെ ഫാമിലീനെ ഞങ്ങൾ അങ്ങനെ ചെയ്യും, അങ്ങനെയുള്ള രീതിയിലുള്ള കൊയേഷൻസ് ഉണ്ടാവരുത്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാവരുത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രഷറോ അതിനകത്തൊന്നും ഉണ്ടാവരുത്. വേറെ ആരുടെയും ഇൻഫ്ലുവൻസ് ഉണ്ടാവരുത്. മിസ്റെപ്രസെൻറ്റേഷൻ ഉണ്ടാവരുത്. മിസ്റെപ്രസെൻറ്റേഷൻ എന്താ? നമ്മൾ കാണിക്കുന്ന തെറ്റായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു പഴയ കാറും പുതിയ കാറും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ പഴയ കാറാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ നമ്മൾ കാണിക്കുന്നത് മുഴുവൻ പുതിയ കാറാണ്. ആദ്യം അയാൾ കാണാൻ വന്നപ്പോഴൊക്കെ പുതിയ കാറ് കാണിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് മിസ്റെപ്രസെൻറ്റേഷൻ. നമ്മൾ പ്രൊഡക്റ്റിനെ മാറ്റിയാണ് കാണിക്കുന്നത്. അങ്ങനെ ആവരുത്. അതേപോലെ ഫ്രോഡ് ഉണ്ടാവരുത്, മിസ്റ്റേക്ക് ഉണ്ടാവരുത്. ഇഫ് every contract, if that agreement is devoid of all these things, that is no coercion, no undue influence, no misrepresentation, no fraud or no mistake, it is having free consent of both the parties. 2 കൂട്ടരും ഈക്വലി സമ്മതപൂർവ്വം മാത്രമേ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാൻ പാടുള്ളൂ. പിന്നുള്ളത് ലോഫുൾ ഒബ്ജക്റ്റ്. ഒരു ലോഫുൾ ഒബ്ജക്റ്റിൻ്റെ മേലിലേ നമുക്ക് എപ്പോഴും ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ പറയുക കള്ളക്കടത്തിന് നമുക്ക് കോൺട്രാക്റ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പം ഗോൾഡിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഞ്ചാവിൻ്റെയോ ഒക്കെയാണെന്ന് വെച്ചോ, അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് ലോഫുൾ പ്രൊഡക്റ്റ് അല്ല. So we cannot claim it as a contract between 2 parties selling gold. അങ്ങനെയുള്ള ഗോൾഡ്, നോർമൽ ഗോൾഡ് അല്ല. കള്ളക്കടത്തിലൂടെ അല്ലെങ്കിൽ ബ്ലാക്ക് മണി എല്ലാം അവർ തമ്മിലൊരിക്കലും കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാൻ പറ്റത്തില്ല. അതൊരിക്കലും ലീഗലല്ല. നമുക്ക് കോർട്ടിൽ പോയിട്ട് ഇയാൾ ഈ പൈസയ്ക്ക് കള്ളനോട്ട് തന്നില്ലെന്നോ ഈ പൈസയ്ക്ക് കഞ്ചാവ് തന്നില്ലെന്നോ ഒന്നും നമുക്ക് കോടതിയിലേക്ക് പോകാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ അൺലോഫുൾ ഒബ്ജക്റ്റ്. അപ്പോൾ ലോഫുൾ ഒബ്ജക്റ്റിനെ മെയിൻറ്റെയിൻ മാത്രമേ നമുക്ക് കോൺട്രാക്റ്റ് ഏർപ്പെടാൻ പറ്റത്തുള്ളൂ. ദെൻ നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ് ആക്കുന്ന കാര്യങ്ങളും ഒന്നും നമുക്ക് എടുക്കാൻ പാടില്ല. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് എ മാരേജ്, ആൻ അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് എ ട്രെയിൻ ആൻഡ് വേജറിങ് അഗ്രിമെൻറ്റ് ഓർ ആർ ഡിക്ലെയർ ടു ബി വോയിഡ്. ഇപ്പോൾ ചില നമ്മൾ നിർബന്ധപൂർണ്ണം കല്യാണത്തിൽ നിന്ന് റെസ്ട്രെയിൻ മീൻസ് നമ്മൾ ഒഴിവാക്കുക, ഇങ്ങനെ ഈ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന രീതിയിൽ, അതൊന്നും
അങ്ങനെയുള്ള അഗ്രിമെൻ്റ് ഒന്നും നമുക്ക് സൈൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതൊന്നും വോയിഡ് അല്ല, അതൊന്നും വാലിഡ് അല്ല. ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാം അങ്ങനെ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കാര്യങ്ങളാണ് മാരേജ് പോലുള്ളത്. അപ്പം അങ്ങനെയുള്ള അഗ്രിമെൻറ്റ്സ് ഒന്നും നമുക്ക് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ ഒരാളോട് പറയുക, നിങ്ങൾ കല്യാണം കഴിക്കരുത്, ഇയാളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഒരിക്കലും കോടതി കൊണ്ടുപോയിട്ട് പറയാൻ പറ്റില്ല, ഞങ്ങൾ ഇത്രയും പൈസ കൊടുത്തു, അതിന് ഇയാൾ ഒപ്പിട്ട് തന്നതാണ്, ഞാൻ കല്യാണം കഴിക്കത്തില്ല എന്ന്, എന്നിട്ടിപ്പോൾ കല്യാണം കഴിച്ചു എന്ന രീതിയിലൊന്നും നമുക്ക് കൊണ്ടുപോയി കോടതിയിൽ കാണിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി എ വോയിഡ് കോൺട്രാക്ട്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ട്രേഡ് ചെയ്യത്തില്ല, ഈ ട്രേഡ് ഞാൻ ചെയ്യത്തില്ല, ഒരു ലോഫുൾ ഒബ്ജക്റ്റിൻ്റെ ട്രേഡ് ആണെങ്കിൽ അത് ചെയ്യത്തില്ല, അന്നൊന്നും അഗ്രിമെൻ്റ് ഇല്ല. അതുപോലെ ഒരു ബെറ്റിംഗ് അഗ്രിമെൻറ്റ്, ഇപ്പം നമ്മളൊരു ചൂത് കളിക്കുന്ന സമയത്ത് ഈ ചൂത് കളിച്ച് ജയിച്ചാൽ ഞാൻ ഇത്ര രൂപ നിനക്ക് തരാം എന്നൊരു കോൺട്രാക്റ്റ് നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തു എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്റ്റ് ഏർപ്പെടുത്തു. അതൊരിക്കലും കോർട്ടിൽ കൊണ്ടുപോയിട്ട് പറയാൻ പറ്റില്ല, ചൂത് കളിച്ചു അല്ലെങ്കിൽ ഒരു ഹോഴ്സ് റേസ് വെച്ചു, അതെല്ലാം ഒരു ബെറ്റിംഗ് ആണ്. ഹോഴ്സ് റേസിൽ ജയിച്ചാൽ ഞാൻ ഇത്ര പൈസ തരാം, അല്ലെങ്കിൽ ലോട്ടറി, അങ്ങനെയുള്ള ഒന്നിലും നമുക്ക് അതൊക്കെ വേജറിങ് അഗ്രിമെൻറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ബെറ്റിംഗ് അഗ്രിമെൻറ്റ്സ്, അതൊക്കെ ഓട്ടോമാറ്റിക്കലി വോയിഡാണ്. പിന്നെയുള്ളത് സെർട്ടൈനിറ്റി ആൻഡ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. നടക്കില്ല എന്നുറപ്പുള്ള ഒന്നും നമുക്ക് കോൺട്രാക്റ്റിൽ എടുക്കാൻ പറ്റില്ല. The section 29 of the contract as provide that the agreements, the meaning of which is not certain or capable of being made certain are void. ചില അഗ്രിമെൻറ്റ്സ് ഉണ്ട് അതൊരിക്കലും നടക്കത്തില്ല എന്ന രീതിയിലുള്ള അഗ്രിമെൻറ്റ്സ് ആണെങ്കിൽ, അപ്പം നമ്മൾ പറയുക ഇങ്ങനെ സംഭവിച്ചാൽ അത് നടക്കാത്തൊരു കാര്യം, അങ്ങനെ നടക്കുകയാണെങ്കിൽ സൂര്യൻ ഒരു ഫാക്റ്റാണ് സൂര്യൻ എവിടെ ഈസ്റ്റിൽ ഉദിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ പറയുക ഇഫ് ദ സൺ റൈസസ് ഇൻ ദ വെസ്റ്റ് ഐ വിൽ പേ ദിസ് മച്ച് എമൗണ്ട് എന്ന രീതിയിലൊരു കോൺട്രാക്റ്റ്, അതൊരിക്കലും വാലിഡ് അല്ല. അപ്പോൾ സെർട്ടൈനിറ്റി ഉള്ള കാര്യങ്ങളായിരിക്കണം, അല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഉള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു പെർഫോമൻസ് നടക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെയുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടത്തുള്ളൂ. പിന്നെ ലീഗൽ ഫോർമാലിറ്റീസ്, ദാറ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ് മേ ബി ഓറൽ ഓർ ഇൻ റിട്ടേൺ. നമ്മൾ പറഞ്ഞു അത് എഴുതി സൈൻ ചെയ്യണമെന്നൊന്നുമില്ല, നമ്മളൊരു ഒരു പേന കൊടുക്കുമ്പോൾ നമുക്ക് പൈസ തിരിച്ച് കിട്ടണമെന്നുള്ളത് ഒരു ഷോപ്പ് കീപ്പറിൻ്റെ കേസിൽ അങ്ങനെയുള്ളതൊരു എഴുതാത്തൊരു കോൺട്രാക്റ്റാണ്, ഒരു ഓറൽ കോൺട്രാക്റ്റ്. ഇനി രണ്ട് രീതിയിലും ആകാം. സംടൈം അഗ്രിമെൻറ്റ് മേ ബി ഈവൻ ഇംപ്ലൈഡ് ഫ്രം ദ കണ്ടക്ട് ഓഫ് ദ പാർട്ടീസ്. ചിലപ്പോൾ അത് ഇംപ്ലൈഡ് ആയിരിക്കും, ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കാം, അല്ലാതെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ളതും നമുക്ക് വാലിഡായിട്ട് പറയാം. ബട്ട് ഇൻ ദാറ്റ് കേസ് few of these agreements are valid only if sufficient stamps are affixed on the agreements. അങ്ങനെയുള്ള അഗ്രിമെൻറ്റ്സിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട്, അതിന് സ്റ്റാമ്പ് വേണം, അങ്ങനെയുള്ള സ്റ്റാമ്പിങ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ലീഗലാവുള്ളൂ. ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം ചെയ്തിരിക്കണം. പിന്നെ ലാസ്റ്റാണ് ദ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ദ ലീഗൽ relationship. That is, if an agreement entered into by two persons is only a social agreement and a domestic agreement, then that agreement cannot be termed as a contract. ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ആയിട്ടില്ലെങ്കിൽ അതിനെ നമുക്കൊരു കോൺട്രാക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഈ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് ബാൽഫർ വേഴ്സസ് ബാൽഫർ. ഇത് രണ്ട് ആൾക്കാരാണ്, ദാറ്റ് ഈസ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഒരു കേസാണ്. ദ ഹസ്ബൻഡ് പ്രോമിസസ് വൈഫ് ദാറ്റ് ഹി വിൽ പേ എ സം ഓഫ് $30 every month by way of maintenance. അപ്പം ഡോളേഴ്സ് അല്ല, യൂറോയില്ല, €30 വെച്ച് മാസം ഞാൻ നിൻ്റെ ചിലവുകൾക്ക് തരാമെന്നൊരു ഭർത്താവ് ഭാര്യയ്ക്ക് സമ്മതം കൊടുത്തു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരെന്ത് പറ്റി, അവർ തമ്മിൽ കുറച്ച് ക്ലാഷൊക്കെ ഉണ്ടായി, അവർ ഒപ്പീനിയൻസ് ചേഞ്ച് ചെയ്തു, ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ട് ഹസ്ബൻഡ് എന്ത് ചെയ്തു, ആ ഒരു എമൗണ്ട് കൊടുക്കാതായപ്പോൾ വൈഫ് കോടതിയിൽ കേസ് കൊടുത്തു. എനിക്ക് എല്ലാ മാസവും തരാൻ പറഞ്ഞിരുന്ന €30 ഇതുവരെ എനിക്ക് കിട്ടുന്നില്ല എന്നൊരു കേസ് കൊടുത്തു. പക്ഷേ ഈ കോർട്ട് എന്ത് ചെയ്തു, കോർട്ടിലേക്ക് കേസ് പോയപ്പോൾ കോർട്ട് ആ കേസ് തള്ളി. ബിക്കോസ് ദ കോർട്ട് സെഡ് ദാറ്റ് ദർ ഈസ് ഓൺലി ഡൊമസ്റ്റിക് അഗ്രിമെൻറ്റ്, ഇതിനെ ലീഗലാക്കിയിട്ടില്ല, ആരും ഇവിടെ സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് എന്നത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആ കേസ് തള്ളിപ്പോയി. അപ്പോൾ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ, ഇങ്ങനെയുള്ള സോഷ്യൽ അഗ്രിമെൻ്റ് അല്ലാതെ പൈസ അങ്ങനെയുള്ള കൺസെപ്റ്റ് വരികയാണെങ്കിൽ അത് ലീഗലാക്കിയാൽ മാത്രമായിരിക്കും അതിന് വാലിഡിറ്റി ഉണ്ടാവുക. ഇതൊക്കെയാണ് മേജർ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട്. അപ്പം നമുക്ക് ഇന്ന് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് ഞാൻ അത്രേ പറയുന്നുള്ളൂ. സോ ഫസ്റ്റ് വി ഹാവ് ഡിസ്കസ് വാട്ട് ഈസ് മെൻ ബൈ കോൺട്രാക്ട്, കോൺട്രാക്റ്റ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ, ദെൻ ഹൗ എ പ്രപ്പോസൽ ബിക്കം എ കോൺട്രാക്ട്, അതിൻ്റെ ഫുൾ പറഞ്ഞു. പ്രപ്പോസൽ വെൻ ഇറ്റ് ഗെറ്റ്സ് എ
accepted, it becomes a promise, and promise when gets a consideration, it becomes a agreement, and agreement when it get enforced by law, it becomes a contract. അത് പറഞ്ഞു അത് ഡയഗ്രാം വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ആൻഡ് ഓൾസോ വാട്ട് ആർ ദി എസെൻഷ്യൽ വി ഹാവ് ഡിസ്കസ്. ഫസ്റ്റ് ഇറ്റ് ഷുഡ് ബി an agreement, it should have an identity of minds between the two parties, that is consensus addendum. Then it should have a lawful consideration. Then the capacity of parties, അതെന്തായിരുന്നു, സൗണ്ട് മൈൻഡ് ആയിരിക്കണം, അതുപോലെ അവർ ഏജ് മെച്യൂരിറ്റി ഏജ് റീച്ച് ചെയ്തിരിക്കണം. ദെൻ ഫ്രീ കൺസെൻറ്റ് ഓഫ് ബോത്ത് പാർട്ടീസ് ഷുഡ് ബി ദർ. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എ ലോഫുൾ ഒബ്ജെക്ട്. ദെൻ നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ് ആക്കുന്ന ടൈപ്പ് ഇതാവരുത്. പിന്നെ സെർട്ടൈൻ ആയിട്ടുള്ള നടക്കില്ല എന്നുറപ്പുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാൻ പാടില്ല. പിന്നെ ലീഗൽ ഫോർമാലിറ്റീസ് ചെയ്യേണ്ടടുത്ത് ചെയ്യണം. ചില അഗ്രിമെൻറ്റ്സിനൊക്കെ ലീഗൽ ഫോർമാലിറ്റീസ് വേണം. അതാണ് ഇവിടെ പറഞ്ഞ ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കേസ്, ബാൽഫോർ വേഴ്സസ് ബാൽഫോർ. ഈ കേസ് നിങ്ങൾക്ക് ഇതിൽ നോട്ട് ചെയ്യാം. ഇതൊക്കെയാണ് മേജർ എസെൻഷ്യാലിറ്റീസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയും നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഇതെല്ലാം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം. നാളെ ഞാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇത് അപ്ലോഡ് ഓരോരുത്തർ എഴുതിയിട്ട് അത് അപ്ലോഡ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് ദ നേച്ചർ ഓഫ് ദ ലോ ഓഫ് കോൺട്രാക്ട്. ലോ ഓഫ് കോൺട്രാക്റ്റിൻ്റെ നേച്ചർ ആയിരിക്കും നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ താങ്ക് യു.